സ്നേഹസമ്പന്നനും ബഹുമാന്യനുമായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, 2016 മെയ് മാസം 25-നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കൂടി പരിഗണിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർഭരണം 9 വർഷം പിന്നിടുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ സമാപനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടിയാണിത്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി 14 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പര്യടനം നടത്തി. ഈ ജില്ലകളിൽ ഏതാണ്ട് 7000-ലധികം വിശിഷ്ട വ്യക്തിത്വങ്ങളുമായി ജില്ലാതല യോഗങ്ങളിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. 10 ലക്ഷത്തിലധികം വ്യക്തികളെ പൊതുസമ്മേളനത്തിലൂടെ അഭിസംബോധന ചെയ്തു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. 1.5 വർഷം മുമ്പ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നേരിട്ട് എത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നടക്കില്ല എന്ന് കരുതിയ നിരവധി പദ്ധതികൾ നടപ്പിൽ വരുത്തിയാണ് ജനകീയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇതും ഒരു ചരിത്രമാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാർ, ഇവിടെ പ്രസ്താവിച്ചതുപോലെയും എല്ലാവർക്കും അറിയാവുന്നതുപോലെയും 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയായി. 5ാമത്തെ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി 4ാം വാർഷികാഘോഷ പരിപാടികൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച് ഇന്നിവിടെ സമാപിക്കുന്നു. ഈ പരിപാടിയുടെ ഇടക്കാണ് ഒരു ഗൗരവമായ പ്രശ്നം രാജ്യത്തിന് നേരിടേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോൾ തൽക്കാലം പരിപാടി ഒന്ന് മാറ്റിവെച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ രാജ്യം പൂർവ്വസ്ഥിതിയിലാകുന്ന അന്തരീക്ഷം ഉയർന്നപ്പോൾ പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ നടത്താമെന്ന് കണ്ടു. മാറ്റിവെച്ച ജില്ലാ പരിപാടികൾ ഒന്നായിരുന്നു, അത് മലപ്പുറത്തായിരുന്നു. അതടക്കം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 14 ജില്ലകളിലും അതിൽ 13 ജില്ലകളും ഇന്നലത്തേതോടുകൂടി പരിപാടികൾ പൂർത്തിയായി. ഈ പരിപാടികളിലാകെ കണ്ട ഒരു കാഴ്ച നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ കാലത്തുള്ള ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. പ്രഭാതയോഗം വളരെ സജീവമായിരുന്നു. ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആ യോഗത്തിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. അത് കാണിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിയിൽ അതീവ താല്പര്യത്തോടെ തന്നെ ജനങ്ങൾ പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ്.
വൈകുന്നേരത്തെ പൊതുറാലികളുണ്ടായിരുന്നു. അതിൽ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് മാത്രമാണ് പരിപാടിക്ക് വിഷമം വന്നത്. അത് മലപ്പുറത്തായിരുന്നു. അത് നല്ല മഴ ആ ദിവസമല്ല, 2 ദിവസം മുൻപ്. ഇപ്പോൾ പരിപാടി നടത്തേണ്ട ഗ്രൗണ്ട് വെള്ളവും ചെളിയുമായി. അതുകൊണ്ട് പരിപാടി നടത്താൻ പറ്റിയില്ല. എന്നാൽ അതൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ നടന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ 4ാം വാർഷികമെന്ന് പറയുമ്പോൾ 2021 അധികാരത്തിൽ വന്ന LDF സർക്കാർ യഥാർത്ഥത്തിൽ അതിന് മുൻപ് അധികാരത്തിലിരുന്ന 2016 മുതൽ 21 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്ക് ജനങ്ങൾ സമീപകാല കേരള ചരിത്രം തിരുത്തി LDFന് തുടർഭരണം സമ്മാനിച്ചതിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്നതാണ്. അപ്പം അങ്ങനെ കണക്കൂട്ടിയാൽ 9 വർഷമാകുന്നു. 9 വർഷം പൂർത്തിയായി, 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. LDF സർക്കാർ തുടർച്ചയായി 9 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 9 വർഷം എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും വിലയിരുത്തലും ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. 2016 സാഹചര്യം എന്തായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവിടുന്ന് ഇതേവരെയുള്ള 9 വർഷക്കാലം കൊണ്ട് കേരളം ഏത് രീതിയിൽ മെച്ചപ്പെട്ടു വന്നു എന്നതാണ് സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നവർ സ്വാഭാവികമായും വിലയിരുത്തുക. ഇക്കാര്യത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ പലതും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം അങ്ങനെ കടന്നാലുണ്ടാകുന്ന വിഷമം ഇന്നത്തെ യോഗത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് നല്ല സമയം കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം എടുത്താൽ ആ സമയം നിങ്ങളുടെ സമയം ചുരുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വിശദമായി ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഓരോ വർഷവും ബഹുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2016 കേരളത്തിൻ്റെ മൊത്തം സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രകടന പത്രിക LDF പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിൽ 600 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ 5 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് നാം കണ്ടത് അവയിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം സർക്കാർ നടപ്പാക്കി എന്നുള്ളതാണ്. ഈ നടപ്പാക്കിയ വിവരം 2021 മാത്രമല്ല ജനങ്ങൾ അറിയുന്നത്. 2017 മുതൽ ഓരോ വർഷവും എന്താണ് പ്രകടന പത്രിക നടപ്പാക്കുന്നതിലുള്ള പുരോഗതി എന്നതിനെക്കുറിച്ച്
കൃത്യമായി ജനങ്ങൾക്ക് അറിവ് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് നാം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നല്ല നിലക്ക് ജനങ്ങൾ സ്വീകരിക്കുന്ന നിലയുണ്ടായി. 2021 അതേവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുന്നോട്ട് വെച്ച LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുണ്ടായിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 2022 മുതൽ ഓരോ വർഷവും ഇക്കഴിഞ്ഞ 3 വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. 4ാം വർഷം പൂർത്തിയായി. ഇന്നത്തെ സമാപന യോഗത്തിൽ ആ വിവരങ്ങളടങ്ങുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ പുതുമയാണ് എന്ന് മാത്രമല്ല, പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെവിടെയും ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി ഏതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കിയതായി കേട്ടിട്ടില്ല. മാത്രമല്ല, ലോകത്ത് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു കാര്യം നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടതാണ് എന്ന ധാരണയിലാണ് LDF ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പുതിയ സമ്പ്രദായം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല, അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത നാടിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ, നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒട്ടേറെ മേഖലകളിൽ വരുന്ന വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന ഒരു നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് അങ്ങേയറ്റം നിഷേധപരമായ വാർത്തകൾ. കേരളം വലിയ തോതിൽ പുറകോട്ട് പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി, കടക്കെണി, ഒരു പദ്ധതിയും നടപ്പാകുന്നില്ല, എല്ലാ പദ്ധതികളും അവതാളത്തിലായിപ്പോയി, കേരളം ഉദ്ദേശ രീതിയിൽ മുന്നോട്ട് പോകാത്ത നിലയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിലൊരു ഭാഗം കേരളം കടക്കെണിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. അത് വലിയ പെരുപ്പിച്ച കണക്ക് അതിൻ്റെ ഭാഗമായി കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി കടുത്ത ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നും പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ കാര്യത്തിൽ വസ്തുതയുടെ ഒരു കണികയും ഇല്ല എന്നതാണ് യഥാർത്ഥ വശം. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 2 വർഷം 2022-23, 2023-24 ഈ 2 വർഷം നമ്മുടെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം
അത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏറ്റവും വലിയ വർദ്ധിച്ച അനുപാതം കേരളത്തിലാണ് എന്നാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുടെയും അനുപാതം നമ്മളെക്കാളും കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് ബീഹാർ 2022-23 39.3% കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം. 2023-24 വലിയ കുറവില്ല, 38.9%. രാജസ്ഥാനിൽ 22-23 37.3%. 23-24 37.1%. റിസർവ് ബാങ്ക് പറയുന്ന കണക്കാണിത്. പഞ്ചാബിൽ 47.1%. അത് 23-24 ആയപ്പോൾ 47.6%. പശ്ചിമ ബംഗാൾ 22-23 39.1%. 23-24 38.3%. അപ്പോൾ പല സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കൂടിയ അനുപാതത്തിൽ നിൽക്കുകയാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ അവസ്ഥയോ? കേന്ദ്ര സർക്കാരിൻ്റെ കടവും ആഭ്യന്തര വരുമാന അനുപാതം 56%. അപ്പോൾ നമ്മുടെ സ്ഥിതി എന്താ? നമ്മൾ 22-23 35.38%. 23-24 34.2%. നല്ല കുറവ് ഈ കാര്യത്തിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇനിയും നല്ല തോതിലുള്ള കുറവ് വരാനാണ് പോകുന്നത്. അപ്പോൾ കടവും ആഭ്യന്തര വരുമാനവും സംസ്ഥാനങ്ങൾക്കിടയിലെടുത്താൽ നമ്മളതല്ല ഏറ്റവും ഉയർന്നത്. പക്ഷേ അത്തരമൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതുപോലെ ആരോഗ്യകരമായ ഒരു സാഹചര്യം? നമുക്ക് ഒട്ടേറെ വിഷമതകളുണ്ടായിട്ടുണ്ട്. ആ വിഷമതകൾക്കിടയിലും ഇത്തരമൊരു ആരോഗ്യകരമായ സാഹചര്യം നിലനിർത്താൻ കഴിഞ്ഞത് ചിട്ടയായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതിലൂടെ സംസ്ഥാനത്തിന് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം നല്ല നിലയിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കുറക്കാനാകും. അപ്പോൾ കടക്കെണിയെപ്പറ്റി വല്ലാതെ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2021 മുതൽ 25 വരെയുള്ള കാലയളവിൽ നമ്മുടെ നാടിൻ്റെ കടത്തിൻ്റെ വളർച്ച 9.8%. എന്നാൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ വളർച്ച
13.5%. അപ്പോൾ കടത്തിൻ്റെ വളർച്ചയേക്കാൾ 1.38 മടങ്ങ് ആഭ്യന്തര വരുമാനം വളർന്നിരിക്കുന്നു. ഇത് കടക്കെണിയുടെ ലക്ഷണമല്ല എന്ന ലളിതമായ സത്യം ഈ വ്യാജപ്രചരണക്കാർക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ടാകും. കേരളത്തിൻ്റെ ധനക്കമ്മിയും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം 2022-23 2.5%. 23-24 2.99%. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് 3.5% കടമെടുക്കാൻ അനുമതി വേണ്ടതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഉദാഹരണം എടുത്താൽ, നമ്മുടെ രാജ്യത്തെ ആകെ സംസ്ഥാന ശരാശരി ആ ശരാശരിയേക്കാൾ ഉയർന്ന തോതിൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനം കൊണ്ട് റവന്യൂ ചെലവുകൾ നടത്താൻ കഴിയുന്നുവെന്ന നിലയുണ്ട്. ഇപ്പോൾ 2022-23 സംസ്ഥാനങ്ങളുടെ ആകെ ശരാശരി എടുത്താൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും അതിൻ്റെ അനുപാതം 53.62%. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ആകെ ശരാശരി. കേരളത്തിൻ്റേതോ 61.35%. 53.62% സംസ്ഥാനങ്ങളുടെ ആകെ ശരാശരി. നമ്മുടെ കേരളം 61.35%. അത് 22-23. 23-24 എടുത്താൽ ആകെ സംസ്ഥാനങ്ങളുടെ ശരാശരി 53.03%. നമ്മുടെ കേരളത്തിൻ്റേത് 62.01%. അപ്പോൾ ഈ കണക്ക് എന്താണ് കാണിക്കുന്നത്? സ്വന്തം നികുതിയേതര വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട് അതിൻ്റെ റവന്യൂ ചെലവുകളുടെ 62% വഹിക്കുകയാണ്. അത്തരമൊരു നില കേരളം സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ ആകെ എടുത്താൽ 53% മാത്രമേ ഉള്ളൂ. നമുക്ക് 62% സ്വന്തം വരുമാനത്തിലൂടെ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ മോശമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ നാടിനോട് പറയില്ല. ഇത് ഞങ്ങൾ പറയുന്ന കണക്കല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കണക്കുകളാണ്. കേരളത്തിൻ്റെ നികുതി അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി. ഇനിയും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. 2022-23 സാമ്പത്തിക വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ആകെ തനത് റവന്യൂ വരുമാനത്തിൻ്റെ 4.37%, 4.07% അതിലുള്ള വിഹിതം
കേരളത്തിൻ്റേതാണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ 2022-23 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകിയ നികുതി റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ സംസ്ഥാനങ്ങളുടെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 1.5%, 1.13% മാത്രമായിരുന്നു. ഇതിൽ വരുന്ന പ്രത്യേകത എന്താ? നമ്മുടെ ജനസംഖ്യാനുപാതമായി വിഹിതം കണക്കാക്കിയാൽ 2.7% കേരളത്തിന് അർഹതപ്പെട്ടത്. ഈ വിഹിതത്തിൻ്റെ തോതിലെങ്കിലും ആകെ സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കേന്ദ്ര നികുതി റവന്യൂ കമ്മി ഗ്രാൻറ്റുകളിൽ കേരളത്തിന് ലഭ്യമാകണമായിരുന്നു. അങ്ങനെ ലഭ്യമായിരുന്നെങ്കിൽ 2022-23, 23-24 സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന് ഓരോ വർഷത്തെയും കണക്കെടുത്താൽ 2022-23 22,282 കോടിയും 2023-24 36,171 കോടിയും അധികം ലഭിക്കുമായിരുന്നു. ഇത് നമുക്ക് ന്യായമായി ലഭിക്കേണ്ട സംഖ്യയാണ്. ഇക്കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം 16-ാം ധനകാര്യ കമ്മീഷന് മുൻപാകെ നമ്മൾ സംസ്ഥാനമെന്ന നിലക്ക് സ്വന്തമായും മറ്റ് സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ശക്തമായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെൻറ്റ് നിലനിൽക്കുന്ന സംസ്ഥാനത്തിന് ന്യായമായ കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല. ഇതുമാത്രമല്ല, മൂലധന ചെലവുകൾക്കായി വിനിയോഗിക്കുന്നതാണ് കിഫ്ബിയുടെ സ്രോതസ്സ്, കിഫ്ബി വായ്പ. അതിൽ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ സംസ്ഥാനത്തിൻ്റെ കടപരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിച്ചുരുക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോഴോ പുതിയൊരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഗ്യാരണ്ടി നൽകുന്നതിൻ്റെ പേരിൽ പല വായ്പകൾക്കും സംസ്ഥാനം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ആ ഗ്യാരണ്ടി നൽകുന്നതിൻ്റെ പേരിൽ 3,300 കോടി രൂപയുടെ കുറവ് കൂടി നമ്മുടെ വായ്പാ പരിധിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് തീർത്തും വിവേചനപരമായ സമീപനമാണ്. അതിനെതിരെ കേരളം ശബ്ദമുയർത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തോട് താല്പര്യമുള്ളവരൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര സമീപനത്തെ വെള്ളപൂശത്തക്ക രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, അതിലൂടെ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ എന്തോ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വരുത്താനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നിർബന്ധിതനായത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2016
നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 13,11,000 കോടി രൂപയാണ്. നേരത്തെ റിസർവ് ബാങ്കിനെ കുറിച്ച് പരാമർശിച്ചു. റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയാണ്. നല്ല അഭിവൃദ്ധി ഈ കാര്യങ്ങളിലെല്ലാം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വളരുകയും നമ്മുടെ തനത് വരുമാനം കൂടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ നോക്കിയെങ്കിലും നമുക്ക് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചെലവുകൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി നിർവഹിക്കുന്ന ചെലവുകളിൽ ഈ ചെലവ്, സംസ്ഥാനത്തിൻ്റെ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 70% ചെലവ് സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വന്നു. ഈ വർഷം അത് 75% തോന്നുന്നത്. ഇതെല്ലാമായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇത്തരം വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഓരോ മേഖലയും എടുത്താൽ വലിയ മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ IT രംഗം 2016 IT പാർക്കുകളിൽ 640 കമ്പനികളായിരുന്നു. IT രംഗത്തെക്കുറിച്ച് നമുക്കറിയാലോ. രാജ്യത്ത് ആദ്യത്തെ IT പാർക്ക് കേരളത്തിലാണ്, ടെക്നോ പാർക്ക്. പക്ഷേ അതിൻ്റെ തുടർച്ച വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായില്ല. അതേസമയം നമുക്ക് ശേഷം ആ രംഗത്ത് വന്ന ചിലർ വളരെ മുന്നോട്ട് പോയി. നമുക്കെവിടെയോ സ്തംഭനമുണ്ടായി. ഇപ്പോൾ അത് മാറ്റാനാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി 640 നിന്ന് 1,106 കമ്പനികളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ 78,000 പേരായിരുന്നു തൊഴിലെടുത്തവരായിട്ടുണ്ടായിരുന്നത്. അത് 1,48,000 വർദ്ധിപ്പിക്കാനായി. കയറ്റുമതിയുടെ കണക്കെടുത്താൽ മൊത്തം IT കയറ്റുമതി 34,123 കോടി രൂപയുടേതായിരുന്നു. അതിപ്പോൾ 90,000 കോടിയായി വർദ്ധിപ്പിക്കാനായി. വലിയ മാറ്റം, വലിയ വളർച്ച IT രംഗത്തുണ്ടാകുന്നു. പുതിയ IT പാർക്കുകൾ വരുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള IT കോറിഡോർ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നിലവിലുള്ള പാർക്കുകളിൽ വലിയ തോതിലുള്ള വികസന പരിപാടികൾ നടപ്പാക്കുന്നു. അതേസമയം സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നേരത്തെ ഉള്ളതല്ല. നേരത്തെ 3,000 ആയിരുന്നു, ഇപ്പോൾ അത് 6,300 അതേപോലെ തന്നെ 5,800 കോടിയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പിലുള്ളത്. മാത്രമല്ല 60,000 തൊഴിലവസരമുണ്ട്. ഇത് 2026 ആകുമ്പോൾ നാം ലക്ഷ്യമിടുന്നത് 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരവും എന്താണ്. നമ്മുടെ നാടിൻ്റെ മാറ്റം എല്ലാ രംഗത്തും
കാണാൻ നമുക്ക് കഴിയുന്നതാണ്. രാജ്യത്ത് തന്നെ അഭിമാനകരമായ ഒട്ടേറെ കാര്യങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് വിഴിഞ്ഞം പോർട്ട് നാം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ആ വിഴിഞ്ഞം പോർട്ട് കേരളത്തിലെ വലിയ പോർട്ടല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ്. രാജ്യത്തെ തന്നെ, ലോകത്തെ തന്നെ ഏറ്റവും ചുരുക്കം വൻകിട പോർട്ടുകളിൽ ഒന്നാണത്. അത് നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ സഹായിക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ് ഉണ്ടായത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. രാജ്യത്തെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ കേരളത്തിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പലരും അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു വരികയാണ്, അവിടെ പകർത്തുന്നതിന് വേണ്ടി. തോന്നക്കല്ലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാന സ്ഥാപനമായി മാറാൻ പോകുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ നാം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ആയുർവേദം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. അതിലൊരു ഗവേഷണ കേന്ദ്രം നേരത്തെ നമ്മൾ തുടക്കം കുറിച്ചതാണ്. അതിൻ്റെ നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയാക്കാൻ പോവുകയാണ്. ജിനോം ഡാറ്റാ സെൻറ്റർ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം നാം ഒരുക്കുന്ന നില വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കാണേണ്ടതാണ് മൈക്രോബയോമിലും ന്യൂട്രാസ്യൂട്ടിക്കൽസിലും ഈ മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രം ഓരോന്ന് സ്ഥാപിക്കാനുള്ള നടപടികളാണ് നാം സ്വീകരിക്കുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്ക് മാത്രമല്ല, അതിനു പുറമെ 3 സയൻസ് പാർക്കുകൾ നമ്മുടെ കേരളത്തിൽ വരികയാണ്. 200 കോടി രൂപ വീതം ചെലവിട്ടുകൊണ്ടാണ് ആ സയൻസ് പാർക്കുകൾ വരുന്നത്. ഇതെല്ലാം കണക്കാക്കിയാൽ നമ്മുടെ നാട് ആധുനിക വിജ്ഞാന ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുക. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നേരത്തെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ്. ഇപ്പോൾ നാം ഹാർഡ്വെയറിലേക്കും കടക്കുകയാണ്. സോളാർ പാനലും ലിഥിയം ബാറ്ററിയും ഹൈഡ്രജനും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചു വരികയാണ്. വ്യാവസായിക രംഗത്ത് നമ്മുടെ കേരളം പച്ച പിടിക്കില്ല എന്നതായിരുന്നു പണ്ടുള്ള ധാരണ. കാരണം നിക്ഷേപ സൗഹൃദ കാര്യത്തിലൊക്കെ നമ്മുടെ നാട് വല്ലാതെ പുറകിലായിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നം ഗൗരവമായി എടുക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മാറ്റാൻ എങ്ങനെ കഴിയും, അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി വ്യവസായികളുമായും അതുമായി ബന്ധപ്പെട്ടവരുമായും പല തലങ്ങളിലുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള മാറ്റങ്ങൾ, ചിലതിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഘടനയുണ്ടായിരുന്നു. ആ മാനസിക ഘടന മാറ്റുന്നതിനുള്ള ബോധവൽക്കരണം വേണമായിരുന്നു. ആ നടപടിയിലേക്ക് നമ്മൾ കടന്നു. ഇങ്ങനെ തുടർച്ചയായ നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ രാജ്യത്തെ റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിംഗ് പദവി ഇന്ത്യയിലെ നമ്പർ 1 എന്ന നില കേരളത്തിന് നേടാൻ കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച സംരംഭക വർഷ പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് തന്നെ കണക്കാക്കി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസാണ് MSME മേഖലയിൽ എന്നുള്ളത്. ഈ മാർച്ച് വരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഉണ്ടായത്. 23,000 കോടിയുടെ നിക്ഷേപം, 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. ഇതെല്ലാം കേരളത്തിൽ നിൽക്കുകയാണല്ലോ.
പക്ഷേ പ്രചരണം എന്തിനാ കിട്ടുക? ഈ 3.5 ലക്ഷത്തിലധികം സ്ഥാപനങ്ങളുള്ളപ്പോൾ ഒരു 2, 3, 4, 5 എന്തെങ്കിലും പ്രതിസന്ധി ആയിപ്പോയെങ്കിൽ അതാണ് വലിയ തോതിൽ കാണിക്കുക. അത് കാണിച്ചുകൊണ്ട് ഇത് തകർന്നുപോയി, ഈ സംരംഭക വർഷം പദ്ധതിയെ പൊളിഞ്ഞുപോയി എന്ന് പ്രചരിപ്പിക്കാനാണ് നമ്മുടെ നാടിന് ചിലർക്ക് വല്ലാത്ത താല്പര്യം. നമ്മളെ നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടന്നു. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികളുടെ നിക്ഷേപ താല്പര്യ പത്രമാണ് ഒപ്പിട്ടത്. അവരെല്ലാം നല്ല സ്ഥാപനങ്ങളും കമ്പനികളുമാണ് അതിൻ്റെ ഭാഗമായി ഒപ്പിടാൻ തയ്യാറായത്. അതവിടെ ഒപ്പിട്ട് അവിടെ നിർത്തുകയല്ല, അത് തുറന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുകയാണ്. അനുമതികൾക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് KSIFT എന്ന നിലക്ക് സംവിധാനം വന്നിരിക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനുള്ള പരാതികൾ ഒഴിവാക്കാൻ KSIS എന്നൊരു ഓൺലൈൻ സംവിധാനവും കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിലേക്ക് നിസ്സാനെ പോലുള്ള, എയർബസിനെ പോലുള്ള ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികൾ കടന്നു വരികയാണ്. ഇതാണ് മാറ്റം, പുതിയ മാറ്റം. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എങ്ങനെയാണ് ആ നില നമുക്ക് നേടാൻ കഴിഞ്ഞത്? നമ്മുടെ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതുകൊണ്ടാണ്. ശക്തിപ്പെടുത്തുക എന്നുള്ളത് വാക്കിലല്ല, അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 5242 കോടി രൂപയായിരുന്നു ഈ പൊതുവിതരണത്തിന് വേണ്ടി നീക്കിവെച്ചത്. എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള LDF സർക്കാർ നീക്കിവെച്ചത് 10,697 കോടി രൂപയായിരുന്നു. ഇതാണ് മാറ്റം. ഈ തരത്തിൽ പണം കൂടി ചെലവിട്ടുകൊണ്ടാണ് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുന്നത്. വിപണി ഇടപെടലിന് മാത്രം 2024 വരെ എടുത്താൽ 14,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകളും ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ശാന്തമായ പൊതുജീവിതം നയിക്കാൻ കഴിയുന്ന സംസ്ഥാനമാക്കി കേരളം മാറിയിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം. ഇതിൻ്റെ കൂടെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യം നാം ഓർക്കേണ്ടത്, 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പോൾ അന്ന് ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പെൻഷൻ എന്താ അവസ്ഥ എന്ന് പരിശോധിച്ചു. 600 രൂപയാണ് അന്ന് കൊടുക്കുന്നത്. അത് ഇന്ന് കടലാസിലാണ്. കാരണം 18 മാസത്തെ കുടിശ്ശികയാണ്. ആദ്യത്തെ മന്ത്രിസഭ തീരുമാനിച്ചത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനാണ്. പിന്നെയാണ് വർധനവിലേക്ക് കടന്നത്. വർധനവ് എവിടെയെത്തി? 1,600 രൂപ വരെ എത്തി. അത് 60 ലക്ഷം പേർക്ക് കൊടുക്കുകയാണ്. കൃത്യമായി മാസം തോറും അത് കൊടുക്കുക എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ കൂടെ ഇതിൻ്റെ തന്നെ മറ്റൊരു കണക്കെടുത്താൽ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് UDF സർക്കാർ ചെലവഴിച്ചത് 9,000 കോടി രൂപയായിരുന്നു. എന്നാൽ LDF സർക്കാർ ചെലവഴിച്ചത് 72,000 കോടി രൂപയാണ്. അതാണ് മാറ്റം, അതാണ് വ്യത്യാസം. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ചിലർ വീടൊരു സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവരാണ്. അവരുടെ പ്രശ്നം LDF ആലോചിച്ചാണ് ഒരു ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് മിഷൻ എന്ന നിലക്ക് പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വീടുകൾ വേഗം തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് നില. പട്ടയം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി വിഷമം അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. ആ പ്രശ്നം പ്രത്യേക ഗൗരവത്തിൽ തന്നെ സർക്കാർ കൈകാര്യം ചെയ്തു.
അതിൻ്റെ ഭാഗമായി 4 ലക്ഷത്തിലധികം പട്ടയം ഈ LDF ഭരണകാലത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഒരു പ്രത്യേക സ്ഥാനം നേടാൻ പോവുകയാണ്. നവംബർ 1 നമ്മുടെ രാജ്യത്ത് ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന നില ഈ വരുന്ന നവംബർ 1 കേരളം കൈവരിക്കാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യരംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. മാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രം ആലോചിക്കണം. 2016 ബജറ്റ് വിഹിതം UDFൻ്റെ കാലം 665 കോടി രൂപയായിരുന്നു. ഇപ്പോഴത്തെ ബജറ്റ് വിഹിതം ഓർമ്മിച്ചാൽ മതി, അത് 2500ഓളം കോടി രൂപയാണ്. ഇതാണ് മാറ്റത്തിൻ്റെ അടിസ്ഥാനം. ആർദ്രം മിഷനിലൂടെ നടപ്പാക്കിയ പരിപാടികൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്ന് കണക്കാക്കിയതായിരുന്നു. ഇപ്പോൾ ആരും ആ കണക്കിലില്ല, ആ കണക്കൂട്ടലില്ല. കാരണം നല്ല രീതിയിൽ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടിരിക്കുന്നു. നീതി ആയോഗ് സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് രാജ്യത്ത് കണക്കാക്കുമ്പോൾ നമുക്കാണ്, കേരളത്തിനാണ് തുടർച്ചയായി 1-ാം സ്ഥാനം. ആ നിലയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. 5000 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല ആദ്യത്തെ 100-ൽ നമ്മുടെ ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ 100-ൽ ഒന്നുപോലും നമ്മുടേതായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ നില? വലിയ മാറ്റം. നമ്മുടെ പൊതു യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 12 എടുത്താൽ അതിൽ 3 കേരളത്തിൻ്റേതാണ്. 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനത്ത്. മികച്ച കോളേജുകൾ ആദ്യത്തെ 100-ൽ 16 നമ്മുടേത്. മാറി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറുന്നു. ഇനിയും മാറണം, ഇനിയും ശക്തിപ്പെടണം. അതിനുള്ള ശ്രമങ്ങളാണ് നാം നടത്തുന്നത്. കാർഷിക രംഗത്ത് വലിയ തകർച്ചയായിരുന്നു 2016. ഇവിടെ 2% വളർച്ചാ നിരക്കാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴത് 4.64% ഉയർത്തി. നെൽകൃഷിയുടെ കാര്യത്തിൽ വലിയ വർധനവ്. അതിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം 2016 1,70,000 ഹെക്ടറിലായിരുന്നു നെൽകൃഷി. ഇപ്പോഴത് 2,23,000 ഹെക്ടറിലായി. നെല്ലിൻ്റെ പൊതുവിലുള്ള അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 2 വർഷം 8,268 ഹെക്ടറിൽ പുതുതായി നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നെൽവയൽ ഒരു ഹെക്ടറിന് റോയൽറ്റി ഇനത്തിൽ 3,000 രൂപ നൽകുകയാണ്. ഈ കഴിഞ്ഞ വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റം എല്ലാ രംഗത്തും കാണാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സമയം വല്ലാതെ അപഹരിക്കുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നത്, നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും വികസനത്തിൻ്റെ സ്പർശമറിയണം. അതേപോലെ തന്നെ ജീവിക്കുന്ന എല്ലാവരും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. സർവതല സ്പർശിയായ വികസനം, സാമൂഹ്യനീതിയധിഷ്ഠിതമായ വികസനം, ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ നവകേരളം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. എന്താണ്? നമ്മുടെ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല മാറ്റം, നല്ല പുരോഗതി പല കാര്യങ്ങളിലും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നവകേരളം ഒരു സങ്കല്പമായി വെക്കാനുള്ളതല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ജനങ്ങളുടെയും നാടിൻ്റെയും
പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ആ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഇനി ക്ലോസ്ഡ് ഡോർ സെഷനാണ്. കവറേജിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരും ക്യാമറ പേഴ്സൺസും ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.